സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ കുറച്ച് വീഡിയോസായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ പോലെ തന്നെ ഈ വീഡിയോയിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. 2023 എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ എസ് എ ടൈപ്പിൽ മർജർ സ്ട്രാറ്റജിയിൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ വീഡിയോയിലും ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിലും മർജറിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അതേ ടൈപ്പ് തന്നെ നമ്മൾ പിന്നത്തെ നെക്സ്റ്റ് ഇയറിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ ടൈപ്പ് തന്നെയാണ് വന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 2023 എന്താണ് വന്നിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 2022 2 എക്സാം അവിടെ നടക്കുകയുണ്ടായി. അതുകൊണ്ട് 2022 ക്വസ്റ്റ്യൻ പേപ്പർ 2 ഉണ്ട്. എന്താണ് കാരണം കോവിഡ് കാരണം ലേറ്റായി വന്ന 2 എക്സാമുകൾ 2022 നടക്കുകയുണ്ടായി. 2023 ഇനി നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2022 2 ക്വസ്റ്റ്യൻ പേപ്പറിലെയും എസ് എ ഏകദേശം സെയിം ടൈപ്പാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി 2023 ക്വസ്റ്റ്യൻ പേപ്പറിലും മർജറിൽ എസ് എ ചോദിച്ചിട്ടുണ്ട്. അപ്പം മിക്ക കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ മർജർ സ്ട്രാറ്റജിയിൽ എസ് എ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് 23 ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസറാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത് കേട്ടോ. 2023 ക്വസ്റ്റ്യൻ എന്താണ് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽസ് പറയാം. XYZ Limited is considering merger with ABC Limited. അപ്പോൾ 2 കമ്പനിയാണ്, ഒന്ന് XYZ കമ്പനിയും ഒന്ന് ABC Limited കമ്പനിയും. അവർ മർജ് ചെയ്യാണ്. ആര്? XYZ കമ്പനി ആരേനെ മർജ് ചെയ്യാൻ തീരുമാനിച്ചു? ABC ആയിട്ട് കേട്ടോ. XYZ Limited shares are currently traded at ₹25. കണ്ടോ, XYZൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 25. ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, 25 ഇനി ഇറ്റ് ഹാസ് എന്താണ് 2 lakh ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് 2 lakh ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? XYZന്. ആൻഡ് ഇറ്റ്സ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എമൗണ്ടഡ് ടു ₹4 lakh. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്രയാണ്? 4 lakh ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണ് EAT 4 lakh ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആദ്യത്തെ സെക്ഷൻ ഒക്കെ ആയല്ലോ. ഇനി എന്തും പറഞ്ഞിട്ടുണ്ട്? ABC Limited ഹാസ് 1 lakh ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ABC ലിമിറ്റഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് 1 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഈസ് 12.5. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 12.5 ആണ്. ആൻഡ് ഇറ്റ്സ് EAT എന്താണ് ₹1 lakh. EAT എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഡാറ്റ ഈ 2 കമ്പനിയിലെയും തന്നിട്ടുണ്ട്. ഇനി എന്താണെങ്കിലും പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ മർജർ വിൽ ബി എഫക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ സ്റ്റോക്ക് സ്വാപ്പ്. അതായത് എന്താണ് ഷെയർ അഥവാ ഷെയറിനെ പറയുന്ന വേറൊരു പേരാണ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റോക്കിൻ്റെ എന്താണ് എക്സ്ചേഞ്ച് റേഷ്യോയിലാണ്, ഷെയർ പ്രൈസിൻ്റെ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ മാർക്കറ്റ് പ്രൈസിൻ്റെ എക്സ്ചേഞ്ച് റേഷ്യോയിലാണ് എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ABC Limited ഹാസ് അഗ്രീഡ് ടു പ്ലാൻ അണ്ടർ വിച്ച് XYZ Limited will offer the current market value of ABC Limited shares. കണ്ടോ, എന്താണ് XYZ Limited എന്താ ഓഫർ ചെയ്യുന്നത്? കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ബേസിസിലാണ് ഓഫർ കൊടുക്കുന്നത്. അതായത് എക്സ്ചേഞ്ച് റേഷ്യോ എന്തിൻ്റെ ബേസിസിലാണ്? എന്താണ് മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസിസിലാണ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയാണ് ആദ്യത്തെ ഡാറ്റ തന്നിരിക്കുന്നത്. പിന്നെ അതിൽ ഓരോ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്കിവിടെ ആൻസർ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രീ മർജർ EPS? ഓക്കെ, അഥവാ ഏർണിങ്സ് പെർ ഷെയർ ആൻഡ് PE റേഷ്യോ ഓഫ് ബോത്ത് ദ കമ്പനീസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് നമ്മുടെ പ്രീ മർജർ EPSഉം 2 പ്രീ മർജർ PE റേഷ്യോ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ആദ്യം ഡീൽ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പം എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ഒന്ന് പ്രീ മർജർ എന്താണ് EPS. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് കൊടുത്തു. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ എന്താണ് EPS കണ്ടുപിടിക്കണം. ഏത്? പ്രീ മർജർ എന്ന് പറഞ്ഞാൽ ബിഫോർ മർജർ EPS കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് PE റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും എന്തെന്നെ? ബിഫോർ മർജർ തന്നെ.
അപ്പോൾ ബിഫോർ മർജർ PE റേഷ്യോവും ബിഫോർ മർജർ EPSും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിഫോർ മർജർ എന്ന് പറഞ്ഞാൽ മർജറിന് മുമ്പ് രണ്ട് കമ്പനിയാണ്. അപ്പോൾ രണ്ട് കമ്പനിയുടെയും ബോത്ത് കമ്പനീസിൻ്റെയും EPSും കണ്ടുപിടിക്കണം, PE റേഷ്യോവും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം EPS ഒന്ന് ചെയ്ത് നോക്കിയാലോ. EPS കണ്ടുപിടിക്കാനുള്ളത് എന്താ വഴി നോക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയണം. EPS ബിഫോർ മർജറിൻ്റെ ഇക്വേഷൻ അറിയണം. EPS കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഏണിംഗ് പെർ ഷെയർ, ടോട്ടൽ ഏണിങ്സ് എത്രയാണ് നോക്കുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അല്ലേ, അത്രയേ വേണ്ടൂ. അപ്പോൾ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ EAT. അപ്പോൾ എന്താ ഇക്വേഷൻ വരിക, EAT ബിഫോർ മർജർ, ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ മർജർ. ഇത്രയല്ലേ നമുക്ക് വേണ്ടോ. അപ്പോൾ നമ്മൾ രണ്ട് കമ്പനിയുടെയും EPS ഒന്ന് കണ്ടുപിടിച്ചാലോ. ആദ്യം XYZൻ്റെ കണ്ടുപിടിക്കാം, XYZ ലിമിറ്റഡിൻ്റെ കണ്ടുപിടിക്കാം. ഓക്കെ, XYZ ലിമിറ്റഡിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ നോക്കിയേ എത്രയാണ് വരിക, EAT ബിഫോർ മർജർ എത്രയാണ്, 4 ലക്ഷം അല്ലേ, ഡിവൈഡഡ് ബൈ നോക്കിയേ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്, ബിഫോർ മർജർ എത്രയാണ്, 2 ലക്ഷം. അപ്പോൾ 4 ലക്ഷം ഡിവൈഡഡ് ബൈ 2 ലക്ഷം ഈക്വൽ ടു എത്ര വന്നു നോക്കിയേ, 2. ക്ലിയർ ആയോ. അപ്പോൾ XYZൻ്റെ കിട്ടിയോ. ഇനി നമുക്ക് എന്തിൻ്റെയും കൂടിയും കണ്ടുപിടിക്കാം, ABCയുടെയും കൂടിയും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്ത് താഴെ ABC ലിമിറ്റഡ്. ഓക്കെ, അതിലെത്രയാണ് നോക്കി ABC ലിമിറ്റഡിൽ EAT എത്രയാണ്, EAT 1 lakh. അപ്പോൾ ഞാൻ എഴുതി ഈക്വൽ ടു 1 lakh ഡിവൈഡഡ് ബൈ, ഇനി നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്, 1 lakh അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയേ 1 lakh ഡിവൈഡഡ് ബൈ 1 lakh എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നോക്കിയാൽ ആദ്യത്തെ ആൻസർ ആയില്ലേ, EPS ബിഫോർ മർജർ. എക്സ് കമ്പനിയുടെ EPS എത്ര കിട്ടി, EPS ബിഫോർ മർജർ ഒന്നാമത്തെ ആൻസറാണ്. എത്രയൊക്കെ കിട്ടി, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതണമെന്നുള്ളൂ. എത്രയാണ്, 2ഉം കിട്ടി 1ഉം കിട്ടി. മനസ്സിലായോ. ഇത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് കേട്ടോ. EPS ബിഫോർ മർജർ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ക്ലിയർ ആയോ. അപ്പോൾ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എയിൽ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. എയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, PE റേഷ്യോ അല്ലേ. അപ്പോൾ നമ്മൾ PE റേഷ്യോ ചെയ്യാൻ പോവാണ്. PE റേഷ്യോ ബിഫോർ മർജർ. എന്താ വേണ്ടേ, ബിഫോർ മർജറിലെ PE റേഷ്യോ വേണം. PE റേഷ്യോ ചെയ്യാനുള്ള ഇക്വേഷൻ അറിയണം. അപ്പോൾ എല്ലാ ഇക്വേഷനും ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ എക്സാമിന് പോകണേക്കാട്ടിലും മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇക്വേഷൻസ് മനപ്പാടാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്താ P എന്ന് പറഞ്ഞാൽ പ്രൈസാണ്, മാർക്കറ്റ് പ്രൈസാണ്. E എന്ന് പറഞ്ഞാൽ EPS ആണ്, ഏണിങ്സ് പെർ ഷെയർ ആണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, അതായത് MP മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ പെർ ഷെയർ ഡിവൈഡഡ് ബൈ EPS ഏണിങ്സ് പെർ ഷെയർ. ക്ലിയർ ആയോ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കമ്പനിയുടെയും ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ആദ്യം XYZൻ്റെ കണ്ടുപിടിക്കാം. ഓക്കെ, XYZ ലിമിറ്റഡിൻ്റെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. XYZൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, ക്വസ്റ്റ്യനിലുണ്ടല്ലോ, എത്രയാണ്, 25. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്. അപ്പോൾ PE റേഷ്യോ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. PE റേഷ്യോ ഈക്വൽ ടു XYZൻ്റെ ആദ്യം കണ്ടുപിടിക്കാം. എത്രയാണ്, മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, 25 ഡിവൈഡഡ് ബൈ EPS എത്രയാണ്, നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2 അല്ലേ. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് 2 ആണെന്ന്. 25/2 അത് എത്രയാണ് വരിക, 12.5. ക്ലിയർ ആയോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. എന്താ അടുത്ത് വേണ്ടത്, ABC ലിമിറ്റഡിൻ്റെ കണ്ടുപിടിക്കാം. ABC ലിമിറ്റഡിൻ്റെ കണ്ടുപിടിക്കാം. അവിടെയും PE റേഷ്യോ എത്രയാണ് വരണേ, ABCയുടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് നോക്കണം, 12 രൂപ 50 പൈസ ഡിവൈഡഡ് ബൈ EPS എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിവിടെ എഴുതിയിട്ടുണ്ട് എത്രയാണ്, 1. അപ്പോൾ എത്രയാണ്, 12.5 ഡിവൈഡഡ് ബൈ 1 അഥവാ 12.5 തന്നെ. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യനും ആൻസർ ആയില്ലേ. EPS ബിഫോർ മർജറും കണ്ടുപിടിച്ചു, PE റേഷ്യോ ബിഫോർ മർജറും കണ്ടുപിടിച്ചു. ക്ലിയർ ആയോ. PE റേഷ്യോ ബിഫോർ മർജർ, PE റേഷ്യോ ബിഫോർ മർജർ എത്രയൊക്കെയാണ്, രണ്ട് കമ്പനിയുടെയും 12.5ഉം 12.5. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അതിൻ്റെ ആൻസർ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ അവിടെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടുപിടിച്ചത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ
നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിൽ എന്താണ് പറഞ്ഞത്? 3 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മുടെ എന്തിലുള്ളത്, എസ്സേയിലുള്ളത്. അതിൽ ബി ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബി ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ബി ക്വസ്റ്റ്യനിൽ ഇതാണ് ചോദ്യം. ഇഫ് എ ബി സി ലിമിറ്റഡ്സ് PE റേഷ്യോ ഈസ് 8. കണ്ടോ, എ ബി സി ലിമിറ്റഡിൻ്റെ PE റേഷ്യോ 8 രൂപയാണെങ്കിൽ, 8 രൂപയല്ല പറയാം, 8 ടൈംസ് PE റേഷ്യോ 8 ആണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്? കണ്ടോ, അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് എ ബി സി ലിമിറ്റഡിൻ്റെ PE റേഷ്യോ. കണ്ടോ, എ ബി സി ലിമിറ്റഡിൻ്റെ PE റേഷ്യോ എത്രയാണ്? 8 ആണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ഇറ്റ്സ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്? അതിൻ്റെ കറൻറ്റ് മാർക്കറ്റ്, കണ്ടോ, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്ര എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? അപ്പോൾ അത് നമുക്ക് നോക്കാം. 8 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കാരണം മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നമുക്കറിയാം. PE റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS. അപ്പോൾ ദെയർഫോർ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? PE റേഷ്യോ ഇൻറ്റു EPS. ക്ലിയർ? മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടിയോ? PE റേഷ്യോ ഇൻറ്റു EPS. അപ്പോൾ ഇവിടെ നമ്മുടെ പുതിയ PE റേഷ്യോ എത്രയാണെന്ന് നോക്കിയേ. പുതിയ PE റേഷ്യോ 8 അല്ലേ? അപ്പോൾ 8 ഇൻറ്റു EPS. EPSൽ വ്യത്യാസമില്ലല്ലോ. EPS എത്രയാണ്? 1 അല്ലേ? അപ്പോൾ 1. കണ്ടോ, 8 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 8. മനസ്സിലായോ? അപ്പോൾ ഈ PE റേഷ്യോ മാറ്റം വന്നാൽ 12.5 നമുക്ക് ആദ്യം ചെയ്തപ്പോൾ കിട്ടിയത്. പക്ഷെ അതിന് പകരം നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് ABC ലിമിറ്റഡിൻ്റെ PE റേഷ്യോ 8 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയായിരിക്കും? മനസ്സിലായോ? ഇവിടെ 12.5 ആയിരുന്നു, അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് 12.5 ആയിരുന്നു. അപ്പോൾ ഇവിടെ 8 ആയ മാർക്കറ്റ് പ്രൈസിൽ വ്യത്യാസം വരില്ലേ? എത്രയായിരിക്കും മാർക്കറ്റ് പ്രൈസ്? അപ്പോൾ എത്രയാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടി? മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു PE റേഷ്യോ ഇൻറ്റു EPS അഥവാ 8. ക്ലിയർ ആയോ? അപ്പോൾ 8 ഇൻറ്റു 1 അഥവാ 8 ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയല്ലോ. ബി പാർട്ടിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ എക്സ്ചേഞ്ച് റേഷ്യോ? അപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് റേഷ്യോ എത്രയായിരിക്കും? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നേക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് റേഷ്യോ എങ്ങനെയാണ്? മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ച് റേഷ്യോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. അപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ്ചേഞ്ച് റേഷ്യോ എന്താ ഇക്വേഷൻ വരിക? എക്സ്ചേഞ്ച് റേഷ്യോയുടെ എപ്പോഴും ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ടാർജറ്റഡ് കമ്പനി, ഇപ്പോൾ ടാർജറ്റഡ് കമ്പനി ഇവിടെ ഏതാണ്? ABC ലിമിറ്റഡ് അല്ലേ? ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് XYZ ലിമിറ്റഡ്. എക്വയറിംഗ് കമ്പനി എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എക്സ്ചേഞ്ച് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ടാർജറ്റഡ് കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ എക്വയറിംഗ് കമ്പനിയുടെ, എപ്പോഴും ടാർജറ്റഡ് കമ്പനി ഡിവൈഡഡ് ബൈ എക്വയറിംഗ് കമ്പനി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്ത് നോക്കാം. ഇപ്പോൾ ടാർജറ്റഡ് കമ്പനിയുടെ പുതിയ വില എത്രയാണ്? ABC ലിമിറ്റഡിൻ്റെ പുതിയ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 8 അല്ലേ? അപ്പോൾ 8 ബൈ പക്ഷേ XYZൻ്റെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എത്രയാണ് അവിടുത്തെ മാർക്കറ്റ് പ്രൈസ്? 25. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസിൽ വ്യത്യാസം വന്നിട്ടുള്ളപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ എത്ര വരും? 8/25 വരും. 8/25 എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാണെന്ന് നോക്കിയേ. 8/25 അതായത് 0.32:1. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് റേഷ്യോ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ABC ലിമിറ്റഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് XYZ ലിമിറ്റഡ്. അപ്പോൾ പുതിയ മാർക്കറ്റ് പ്രൈസ് ഈ ബി ക്വസ്റ്റ്യനിലാണ് ഈ എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ബി ക്വസ്റ്റ്യനിൽ ABC ലിമിറ്റഡിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 8 ആണ്. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ XYZൻ്റെ എത്രയാണ്? മാറ്റം വന്നിട്ടില്ല, 25. അപ്പോൾ 8/25 0.32:1. അതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ? ഒരു ഷെയർ ഉള്ള ആൾക്ക്, ABC ലിമിറ്റഡിൽ ഒരു ഷെയർ ഉള്ള ആൾക്ക് XYZ ലിമിറ്റഡിൻ്റെ 0.32 ഷെയർ കൊടുക്കും. മനസ്സിലായോ? ഒരു ഷെയർ ഉള്ള ആൾക്ക് 0.32 ഷെയർ കൊടുക്കും. അതാണ് അതിൻ്റെ മീനിങ്. ക്ലിയർ ആയോ മീനിങ്? അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ 1,00,000 ഷെയർ ഉണ്ട് അല്ലേ? അപ്പോൾ 1,00,000 ഷെയറിന് ഓരോ ഷെയറുള്ള ആൾക്കും 0.32 ഷെയർ കൊടുക്കും എന്ന് പറഞ്ഞാൽ 1,00,000 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 0.32 അഥവാ 32,000 ഷെയർസ് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ XYZ എത്രയാണ് ABCക്ക് കൊടുക്കുക? 32,000 ഷെയർസാണ് കൊടുക്കുക കേട്ടോ. നമുക്ക് ബി പാർട്ടിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കണത്. അപ്പോൾ എന്തായി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബി ക്വസ്റ്റ്യനിലെ തേർഡ് വൺ. അപ്പോൾ ബി ക്വസ്റ്റ്യനിലെ തേർഡ് വൺ എന്താ? വാട്ട് വിൽ XYZ's പോസ്റ്റ് മർജർ EPS?
കണ്ടോ, എന്താണ് XYZൻ്റെ പോസ്റ്റ് മർജർ EPS, അതായത് EPS ആഫ്റ്റർ മർജർ എന്താണ്? അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബി പാർട്ടിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ EPS ആഫ്റ്റർ മർജർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയണം. എന്താ EPS ആഫ്റ്റർ മർജറിൻ്റെ ഇക്വേഷൻ? EAT ആഫ്റ്റർ മർജർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ. മർജറിന് ശേഷമുള്ള EATയും എന്താണ് മർജറിന് ശേഷമുള്ള നമ്പർ ഓഫ് ഷെയർസും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മർജറിന് ശേഷമുള്ള EAT ആദ്യം കണ്ടുപിടിക്കണം. ഇതറിഞ്ഞാലല്ലേ നമുക്ക് EPS ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ ആദ്യം എഴുതി EAT ആഫ്റ്റർ മർജർ ഈക്വൽ ടു EAT ബിഫോർ മർജർ. ഓക്കെ, രണ്ടുപേരുടെ പ്ലസ് ഓഫ് XYZ കേട്ടോ, XYZ പ്ലസ് EAT ബിഫോർ മർജർ ഓഫ് ABC. ഓക്കെ, അതായത് XYZൻ്റെ EAT ബിഫോർ മർജർ എത്രയായിരുന്നു? 4 ലക്ഷം. ഓക്കെ, പ്ലസ് മറ്റാളുടെയോ 1 ലക്ഷം. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 5 ലക്ഷം. അപ്പോൾ EAT ആഫ്റ്റർ മർജർ എത്രയാണെന്ന് കിട്ടിയോ? 5 ലക്ഷമാണെന്ന് കിട്ടിയോ? ഇനി നമുക്ക് എന്തും കൂടിയും കിട്ടണം, നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ. അപ്പോൾ അടുത്ത് എഴുതി നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ ഈക്വൽ ടു എക്സിസ്റ്റിംഗ് ഷെയർസ് ഓഫ് എന്താണ് ആരുടെ XYZൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർസും പ്ലസ് ഷെയർസ് ഇഷ്യൂഡ് ടു ABC അല്ലേ. അപ്പോൾ എന്താണ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഓഫ് XYZ ലിമിറ്റഡ് പ്ലസ് ഷെയർസ് ഇഷ്യൂഡ് ടു ABC ലിമിറ്റഡ്. ഓക്കെ, അവിടെ എക്സിസ്റ്റിംഗ് ഷെയർസ് ഓഫ് XYZ ലിമിറ്റഡ് എത്രയെന്ന് നോക്കിയേ? 2 lakh. കണ്ടോ, അവർക്ക് മർജറിന് ശേഷവും അതേ 2 lakh തന്നെയാണ് ഉണ്ടാവുക. പ്ലസ് ഇനി ABCക്ക് എത്രയാണ് കൊടുത്തേക്കണേ? നമ്മുടെ എക്സ്ചേഞ്ച് റേഷ്യോ പുതിയത് നമ്മൾ നേരത്തെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചെയ്തില്ലേ? എത്രയായിരുന്നു പുതിയ എക്സ്ചേഞ്ച് റേഷ്യോ? എന്താണ് 0.32:1 അല്ലേ? അതല്ലേ നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ? 0.32:1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷെയറുള്ള ആൾക്ക് 0.32 ഷെയർ കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ABC ലിമിറ്റഡിൽ എത്ര ഷെയർ ഉണ്ട് നോക്കിയേ? 1 ലക്ഷം ഷെയർ ഉണ്ട്. കണ്ടോ, അതിൽ ഓരോ ഷെയറുള്ള ആൾക്കും എന്താണ് പുതിയ കമ്പനിയുടെ 0.32 ഷെയർ കൊടുക്കും എന്ന് പറഞ്ഞാൽ 32,000 അല്ലേ. 1 lakh ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 0.32, അതായത് 2 lakh പ്ലസ് 32,000. ഓക്കെ, അപ്പോൾ എത്ര നമ്പർ ഓഫ് ഷെയർസാണ് പുതിയ കമ്പനിക്ക് ഉണ്ടാവുക? 2,32,000 ഷെയർസ് ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ EPS കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഓക്കെ, EPS ആഫ്റ്റർ മർജർ അപ്പോൾ എന്താണ്? EAT ആഫ്റ്റർ മർജർ എത്രയാ? ഇപ്പോൾ ഈക്വൽ ടു ഇവിടെ തന്നെ എഴുതാം 5 ലക്ഷം അല്ലേ. EAT ആഫ്റ്റർ മർജർ 5 ലക്ഷം അല്ലേ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ എത്രയാ? 2,32,000. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എന്താണ് EPS ആഫ്റ്റർ മർജർ കിട്ടും. അപ്പോൾ എത്രയാണ് കിട്ടണമെന്ന് നോക്കിയേ? 2.155 ആണ് കിട്ടുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ബി പാർട്ടിലെ 3 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്. 3 ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആയോ? ബി പാർട്ട് ക്ലിയർ ആയോ? അപ്പോൾ 3, അപ്പോൾ എയിൽ 2 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ബിയിൽ 3 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്, 3 ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ സി ക്വസ്റ്റ്യനും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താണ് എസ്സേ കംപ്ലീറ്റ് ആവും. അപ്പോൾ സി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം കേട്ടോ. സി ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മസ്റ്റ് ബി ദ എക്സ്ചേഞ്ച് റേഷ്യോ എന്താണ് ഫോർ XYZ ദാറ്റ് പ്രീ ആൻഡ് പോസ്റ്റ് മർജർ EPS ടു ബി ദ സെയിം. അപ്പോൾ എന്താണ്, ഏത് എക്സ്ചേഞ്ച് റേഷ്യോയിലാണ് XYZൻ്റെ പ്രീ മർജറും അത് പോസ്റ്റ് മർജർ EPSും സെയിം ആവുക? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്നും കൂടി ശ്രദ്ധിക്കണം. എന്താണ് ചോദ്യം? EPS കണ്ടോ, EPS ആഫ്റ്റർ മർജർ ഈക്വൽ ടു EPS ബിഫോർ മർജർ ആവുക. മനസ്സിലായോ? ഇത് രണ്ടും സെയിം ആവുന്നത് ഏത് എക്സ്ചേഞ്ച് റേഷ്യോ? അപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ എന്താണ്, ഏത് എക്സ്ചേഞ്ച് റേഷ്യോ ഉപയോഗിക്കുമ്പോഴാണ് EPS ആഫ്റ്റർ മർജറും EPS ബിഫോർ മർജറും സെയിം ആയി വരിക. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയണം ഏത് എക്സ്ചേഞ്ച് റേഷ്യോ. അല്ലാതെ നമ്മൾ കുറേ എക്സ്ചേഞ്ച് റേഷ്യോ ചെയ്ത് നോക്കിയിട്ട് കണക്ക് ചെയ്യാൻ സമയമില്ല. അപ്പോൾ നമുക്കത് അറിയണം. എപ്പോഴും EPS ആഫ്റ്റർ മർജറും EPS ബിഫോർ മർജറും സെയിം ആവുക EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഏത് എക്സ്ചേഞ്ച് റേഷ്യോ ഉപയോഗിക്കുമ്പോഴാണ്? EPS ബേസ്ഡ്
ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ ഉപയോഗിക്കുമ്പോഴാണ് എപ്പോഴും എന്തുണ്ടാവുക, ഈ EPS ആഫ്റ്റർ മർജറും ബിഫോർ മർജറും രണ്ട് കമ്പനിയുടെയും സെയിം ആവുക. അഥവാ ദർ ഇസ് നോ ഗെയിൻ നോ ലോസ് ഇൻ ദ EPS ഉണ്ടാവുക. എന്തിലാണ്? EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോയിലാണ്. ഓക്കെ, അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ വെറുതെ അങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, അതൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് വെച്ചിട്ട് ആഫ്റ്റർ മർജർ EPS, കാരണം എക്സ്ചേഞ്ച് റേഷ്യോ മാറിയാൽ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡിൽ വ്യത്യാസം വരും. അപ്പോൾ പുതിയ EPS, അതായത് EPS ആഫ്റ്റർ മർജർ പുതിയത് കണ്ടുപിടിക്കണം. എന്നിട്ട് അതും പഴയതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം, സെയിം ആണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഇത്രയും ചെയ്താലേ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. അപ്പോൾ EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയായിരിക്കും? ഏത് എക്സ്ചേഞ്ച് റേഷ്യോ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ഇക്വേഷൻ വരിക. ഏത് എക്സ്ചേഞ്ച് റേഷ്യോ ആണെങ്കിലും എന്താണ്? EPS ആണെങ്കിൽ EPS ഓഫ് ടാർഗറ്റഡ് കമ്പനി, ഇവിടുത്തെ ടാർഗറ്റഡ് കമ്പനി ABC ലിമിറ്റഡ് അല്ലേ, ഡിവൈഡഡ് ബൈ EPS ഓഫ് ഇതാണ് XYZ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ABC ലിമിറ്റഡിൻ്റെ EPS എത്രയെന്ന് നോക്കിയാൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. EPS 2 1 അല്ലേ. അപ്പോൾ 2 എന്നാ ABCയുടെ 1, അപ്പോൾ 1/2 അഥവാ 0.5:1. കണ്ടോ, പുതിയ എക്സ്ചേഞ്ച് റേഷ്യോ കിട്ടിയത് മനസ്സിലായോ? 0.5:1 ആണ്. കണ്ടോ, നേരത്തെ എക്സ്ചേഞ്ച് റേഷ്യോ ഇതല്ലായിരുന്നു, ബി പാർട്ടിൽ എന്തായിരുന്നു? 0.32:1 ആയിരുന്നു. ഇപ്പോഴത്തെ പുതിയ എക്സ്ചേഞ്ച് റേഷ്യോ എത്രയാണ്? ഈ EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ എത്രയാണ്? 0.5:1 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ 0.5:1 വരുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് എത്ര ഇഷ്യൂ ചെയ്ത് കൊടുക്കണം നമുക്ക് നോക്കാം കേട്ടോ. എക്സ്ചേഞ്ച് റേഷ്യോ മാറുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെന്ന് വ്യത്യാസം വരും. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എത്രയും നോക്കാം. നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഇങ്ങനെ കണ്ടുപിടിക്കുക. എന്താണ്? ഓരോ ഷെയറുള്ള ആൾക്കും 0.5 ഷെയർ കൊടുക്കണം. അപ്പോൾ അവിടെ എത്ര ഷെയർ ഉണ്ട് നോക്കിയേ. ABCയിൽ 1,00,000 ഷെയർ ഉണ്ട്. അവർക്ക് ഓരോ ഷെയറുള്ള ആൾക്കും എത്ര കൊടുക്കണം? 0.5 ഷെയർ കൊടുക്കണം. അപ്പോൾ എത്ര ഷെയർ കൊടുക്കണം നമ്മൾ? 50,000 ഷെയർ അവർക്ക് കൊടുക്കണം. മനസ്സിലാവുണ്ടോ? നേരത്തെ ബി പാർട്ടിലെ ക്വസ്റ്റ്യനിൽ നമ്മളപ്പോൾ 32,000 ആയിരുന്നു നമ്മളവിടെ കൊടുത്തേ. ഇവിടെ എത്ര കൊടുക്കണം? 50,000 കൊടുക്കണം. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ഷെയർസിൽ വ്യത്യാസം വരും. അപ്പോൾ പുതിയ EPS നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കണം. അപ്പോൾ EPS ആഫ്റ്റർ മർജർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കണം. നമുക്ക് എന്താ ഇക്വേഷൻ അറിയാം? EAT ആഫ്റ്റർ മർജർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ. കാരണം എന്താണ്? എക്സ്ചേഞ്ച് റേഷ്യോയിൽ മാറ്റം വന്നാൽ നമ്പർ ഓഫ് ഷെയർസിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ EPS ആഫ്റ്റർ മർജറിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിയ EPS ആഫ്റ്റർ മർജർ എത്രയാണെന്ന് നോക്കാം. ഏതാണെങ്കിൽ EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ ആണെങ്കിൽ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക? EAT ആഫ്റ്റർ മർജർ, അതിൽ വ്യത്യാസമൊന്നുമില്ല. എത്രയാണ്? 4,00,000 1,00,000 എത്രയാണ്? 5,00,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസിൽ എക്സിസ്റ്റിംഗ് അതുപോലെ തന്നെ 2,00,000 പ്ലസ് പുതിയവർക്ക് എത്ര കൊടുക്കുന്നു നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്? 50,000 കൊടുക്കും അല്ലേ. അപ്പം മർജറിന് ശേഷം നമ്മുടെ കയ്യിലുള്ളതും പ്ലസ് അവർക്ക് കൊടുത്തതും, നമ്മുടെ കയ്യിലുള്ളത് XYZൻ്റെ കയ്യിലുള്ളത് 2,00,000 പ്ലസ് അവർക്ക് കൊടുത്തത് 50,000. അപ്പോൾ 2,50,000. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എത്ര എങ്ങനെയാണ് വരണത്? 5,00,000 ഡിവൈഡഡ് ബൈ 2,50,000 ഈക്വൽ ടു എത്ര വന്നു നോക്കി നോക്കിയേ? 2. അപ്പോൾ EPS ആഫ്റ്റർ മർജർ 2 കിട്ടിയോ? ഓക്കെ, അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേഷ്യോ ബേസ്ഡ് ഓൺ EPS ആണെങ്കിൽ ഈ എന്താണ്? EPS ആഫ്റ്റർ മർജർ 2 വരും. ഇനി നമ്മളത് സെയിം ആണോ എന്ന് നമുക്ക് നോക്കാം. ബിഫോർ മർജറും ആഫ്റ്റർ മർജറും സെയിം ആണോ നോക്കാം. അപ്പോൾ EPS ആഫ്റ്റർ മർജറും ബിഫോർ മർജറും സെയിം ആണോ എന്ന് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ XYZൻ്റെയും നോക്കാം, ABC ലിമിറ്റഡിൻ്റെയും നോക്കാം. ഓക്കെ, അപ്പോൾ EPS ബിഫോർ മർജർ രണ്ടിൻ്റെയും നോക്കിയേ. നമുക്കിത് മുമ്പേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. EPS ബിഫോർ മർജർ ഇതാ 2 ABCയിൽ 1. നോക്കിയേ EPS ആഫ്റ്റർ മർജർ നോക്കിയേ. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഈ എക്സ്ചേഞ്ച് റേഷ്യോ ആണെങ്കിൽ, അതായത് EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ ആണെങ്കിൽ EPS ആഫ്റ്റർ മർജർ 2 അല്ലേ. അപ്പോൾ 2. ഓക്കെ, അതായത് ഒരു ഷെയറുള്ള ആൾക്ക് പുതിയ കമ്പനിയിലും ഒരു ഷെയർ തന്നെയാണ് XYZന്. അപ്പോൾ പുതിയ ഷെയറിന് ഒരു EPS എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയറാണ്. അപ്പോൾ ഒരു ഷെയറിന് 2 രൂപ കിട്ടും. അപ്പോൾ മുമ്പും 2 രൂപയാണ്, ഇപ്പോഴും എത്ര തന്നെയാണ്? 2 രൂപയാണ്. സെയിം ആയത് കണ്ടോ? ഇനി ABCക്ക് സെയിം ആവുണ്ടോ നോക്കാം നമുക്ക്. അപ്പോൾ ബിഫോർ മർജർ EPS എത്രയായിരുന്നു? ABCയിലെ ഒരു ഷെയറുള്ള ആൾക്ക് 1 രൂപയാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ഷെയറുള്ള ആൾക്ക്, പണ്ടത്തെ ഒരു ഷെയറുള്ള ആൾക്ക് ഇപ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കണം. പണ്ടത്തെ ഒരു ഷെയറുള്ള ആൾക്ക് ഇപ്പോഴത്തെ കമ്പനിയിൽ നിന്ന് 0.5 ഷെയർ അല്ലേ കിട്ടണുള്ളൂ.
മനസ്സിലായോ? ഇപ്പോഴത്തെ പുതിയ കമ്പനിയിൽ 0.5 ഷെയറല്ലേ കിട്ടണുള്ളൂ. പഴയ കമ്പനിയിൽ 1 ഷെയർ ഉള്ള ആൾക്ക് പുതിയ കമ്പനിയുടെ 0.5 ഷെയറേ കിട്ടണുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയ കമ്പനിയുടെ EPSൻ്റെയും 0.5 അല്ലേ അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവരുടെ എത്രയാണ് നോക്കിയേ, പുതിയ കമ്പനിയുടെ 1 ഷെയറിൻ്റെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 രൂപയാണ്. അതിൻ്റെ 0.5 അവർക്ക് കിട്ടുള്ളൂ. കാരണം അവരുടെ 1 ഷെയർ ഇല്ല, പകുതി ഷെയറേ ഉള്ളൂ. കാരണം 0.5 ഷെയർ അല്ലേ കൊടുക്കണത്. 1 ഷെയറിൻ്റെ EPS 2 രൂപയാണ്. അപ്പോൾ പകുതി ഷെയറിൻ്റെ എന്ന് പറയുന്നത് 2 × 0.5 1. മനസ്സിലായോ? അപ്പോൾ അവരുടെ പണ്ട് കിട്ടിയായിരുന്നു അവർക്ക് 1 ഷെയറിൻ്റെ മുകളിൽ 1 ഇപ്പോൾ കിട്ടണതും 1 ഷെയറുള്ള ആൾക്ക് കിട്ടണത്. പഴയ കമ്പനിയുടെ 1 ഷെയറുള്ള ആൾക്ക് പുതിയ കമ്പനിയിൽ നിന്ന് കിട്ടണതും എത്ര തന്നെയാണ്, 1 രൂപ തന്നെയാണ്. കാരണം അവർക്ക് പഴയ കമ്പനിയിൽ 1 ഷെയറുള്ള ആൾക്ക് പുതിയ കമ്പനിയുടെ പകുതി ഷെയറേ കിട്ടണുള്ളൂ. പുതിയ കമ്പനിയുടെ 1 ഷെയറിൻ്റെ EPS 2 രൂപയാണ്. പകുതി ഷെയറിൻ്റെ അപ്പോൾ EPS എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 രൂപയാണ്. അപ്പോൾ രണ്ടും സെയിം ആയില്ലേ? നോ ഗെയിൻ നോ ലോസ് ആണ്. കണ്ടോ? ഗെയിനും ഇല്ല, നോ ഗെയിൻ ഓർ നോ ലോസ്. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചേക്കണം. അപ്പോൾ ഏത് EPS റേഷ്യോ എന്നാണ്, ഏത് എക്സ്ചേഞ്ച് റേഷ്യോ വെക്കുമ്പോഴാണ് ആഫ്റ്റർ മർജർ EPSഉം ബിഫോർ മർജർ EPSഉം സെയിം ആവുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഏത് എക്സ്ചേഞ്ച് റേഷ്യോ ഉപയോഗിക്കുമ്പോഴാണ്? EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ ഉപയോഗിക്കുമ്പോൾ ആഫ്റ്റർ മർജർ EPSഉം എന്നാണ് ബിഫോർ മർജർ EPS എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇതാണ് C ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ essay ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് എഴുതണം കേട്ടോ, അതിൻ്റെ കൺക്ലൂഷനായിട്ട് അപ്പോൾ എഴുതണം ഏത് ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ ഉപയോഗിക്കണമെന്ന്. EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ ഉപയോഗിച്ചാൽ മതി എന്ന് എഴുതി അവസാനം കൺക്ലൂഷൻ കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ എന്താണ്, അപ്പോൾ ഇതാണ് നമ്മുടെ essay മർജറിൻ്റെ രണ്ടാമത്തെ ഒരു പാറ്റേൺ ആണിത്. നന്നായി ശ്രദ്ധിച്ച് കാണുക, മുഴുവൻ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.